welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ജ്വല്ലറീസ് ഒക്കെ കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ജ്വല്ലറീസ് ആണ്. നമ്മൾ കെയർ ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് മീനാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2 ബ്രേസ്ലെറ്റിൻ്റെ കോംബോ കേട്ടോ. ഇങ്ങനെ ഹാൻഡ് കഫ് മോഡലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഗോൾഡ് ബ്രേസ്ലെറ്റ് ആണ്. ഈ ഒരെണ്ണത്തിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റോൺ ആട്ടോ വരുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു മോഡലാണ്. പിന്നെ ഇതും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ 2 ബ്രേസ്ലെറ്റ്സും ഒറ്റ സൈസിലാണ് വരുന്നത്. എനിക്കിത് കറക്റ്റ് ആട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര തടി ഉണ്ടെങ്കിൽ ഇത് പാകമാവത്തില്ല. എനിക്കിത് കറക്റ്റാണ്. അപ്പോൾ റോസ് ഗോൾഡ് ഷെയ്ഡാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. 2 എണ്ണത്തിൻ്റെ കോംബോ ആണ്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്രേസ്ലെറ്റ്സ് ആട്ടോ. അപ്പോൾ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ്. അപ്പോൾ ഇത് കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആട്ടോ. ഇത് ആൻറ്റി ടാർണിഷ് ആണെങ്കിലും ഇതിൽ പെർഫ്യൂംസ്, ബോഡി ലോഷൻസ് അങ്ങനത്തെ ഇങ്ങനെ തട്ടല്ലേ. കാരണം എന്തെങ്കിലും കെമിക്കൽ ഇതിൽ തട്ടിയാൽ ഇതിൻ്റെ കളറ് ഫെയ്ഡാവും. അപ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം നമ്മൾ. അങ്ങനെ യൂസ് ചെയ്താൽ അത്യാവശ്യം കുറേ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ജ്വല്ലറീസ് ആണിത്. ഞാനിത് പർച്ചേസ് ചെയ്തത് 699 റുപ്പീസിനാണ്. അടുത്തത് മീനാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2 ആൻറ്റി ടാർണിഷ് ബ്രേസ്ലെറ്റ്സ് ആണ്. ഇത് ഹാൻഡ് കഫ് മോഡലാണ്. ഗോൾഡ് ഷെയ്ഡിലാട്ടോ. 2ലും ഇങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അടുത്തത് ഈ ഒരു മോഡലാണ്. ഇതും ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിലും ഇങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതും ഒറ്റ ഒരു സൈസേ അവൈലബിൾ ആയിട്ടുള്ളൂ. എനിക്കിത് കറക്റ്റാണ്. പിന്നെ ഞാനത് ഈ 2 എണ്ണം കൂടി പർച്ചേസ് ചെയ്ത് 699 റുപ്പീസിനാണ്. അപ്പോൾ ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്രേസ്ലെറ്റ്സ് ആണ്. ഇത് ഷൈനിങ് ഡിവ ഫാഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതും ആൻറ്റി ടാർണിഷ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. ഞാൻ മേടിച്ച ഗോൾഡൻ ഷെയ്ഡാണ്. ഇതിൻ്റെ സിൽവറും റോസ് ഗോൾഡും അവൈലബിൾ ആട്ടോ. പിന്നെ ഇത് കോംബോ ആയിട്ടും വരുന്നുണ്ട്, 3 ഷെയ്ഡ്സിൻ്റെ കോംബോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 281 റുപ്പീസിനാണ്. അടുത്തത് ബ്രേസ്ലെറ്റ്സ് ആണ്, ഇങ്ങനത്തെ ചെയിൻ ടൈപ്പ്. ഇത് മൈന്യൂഷ്യ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഇൻഫിനിറ്റി സിമ്പിൾ വരുന്ന ബ്രേസ്ലെറ്റ് ആണ്. ഇതിലിങ്ങനെ പകുതി സ്റ്റോൺസ് ഉണ്ട്. ഇതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ 2 ഹൂപ്സ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആട്ടോ. പിന്നെ ഞാൻ റോസ് ഗോൾഡ് ആണ് പർച്ചേസ് ചെയ്തതിൻ്റെ ഗോൾഡൻ ഷെയ്ഡും സിൽവർ ഷെയ്ഡും അവൈലബിൾ ആണ്. മൈന്യൂഷ്യൻ്റെ മിക്ക പ്രൊഡക്ട്സിനും അങ്ങനെ ആട്ടോ. 3 ഷെയ്ഡ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ബ്രാസ് ആട്ടോ. നേരത്തെ കാണിച്ച ബ്രേസ്ലെറ്റുകളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് ബ്രാസ് ആട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കുളിക്കുമ്പോഴൊക്കെ ഊരി വെക്കണം കേട്ടോ. മനുഷ്യൻ്റെ ജ്വല്ലറീസ് ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന ജ്വല്ലറീസ് ആട്ടോ. നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ കെയർ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോഷൻ, സൺസ്ക്രീൻ, പെർഫ്യൂം, ഹെയർ സ്പ്രേ പിന്നെ ബാത്ത് ചെയ്യുമ്പോഴൊക്കെ അഴിച്ചു വയ്ക്കുക. കാരണം ഈ ലോഷൻസിൽ, പെർഫ്യൂമിലൊക്കെ ഉള്ള ചില കെമിക്കൽസ് ഈ ജ്വല്ലറി തട്ടിയാൽ കളർ ഫെയ്ഡാവും. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റോർ ചെയ്യുമ്പം ഒരു സോഫ്റ്റ് ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്യുക. എന്നിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ബോക്സിൽ വേണം സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ സീൽഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗിൽ. ഞാനിവിടെ നെക്ലസ് ഒക്കെ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആംഗ്ലറ്റ് ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കളർ ഫെയ്ഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇങ്ങനെ ശ്രദ്ധിച്ച് കെയർ ചെയ്താൽ അത്യാവശ്യം കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന ജ്വല്ലറീസാണിത്. അടുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് മൈന്യൂഷ്യൻ്റെ ആട്ടോ. ഇത് മൊത്തം ഇങ്ങനെ സ്റ്റോൺസ് ആണ് വരുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഗോൾഡൻ ഷെയ്ഡ് ആൻഡ് സിൽവർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് 360 റുപ്പീസിനാണ്. അടുത്ത മനുഷ്യൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. ഹാർട്ട് ഷേപ്പിലാട്ടോ വരുന്നത്. ആൻഡ് ഇവിടെ ഒരു വലിയ സ്റ്റോൺ ഉണ്ട്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണിത്. ഞാനിത് പർച്ചേസ് ചെയ്തത് 365 റുപ്പീസിനാണ്. റോസ് ഗോൾഡ് സിൽവർ ഷെയ്ഡിലും അവൈലബിൾ ആണ്. ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.